ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. ആളുകൾ കണ്ണടകളോട് വിട പറയുകയാണ്. ഞങ്ങൾ നോക്കിക്കൊള്ളാം. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കേളികെട്ടുയർന്ന ആദ്യ ദിനം കലാപൂരം ആസ്വദിക്കാനൊഴുകിയെത്തിയത് ജനസഹസ്രങ്ങൾ. ജനപ്രിയ ഇനങ്ങളാൽ സമ്പന്നമായി വേദികൾ. കലയാണ് കലാകാരന്മാരുടെ മതമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവമ്പാടി പാർമേക്കാവ് മേളപ്രമാണിമാരുടെ നേതൃത്വത്തിൽ കലോത്സവ വേദിയിൽ അരങ്ങേറിയ പാണ്ഡിമേളം ആസ്വാദികരമായി. അധ്യാപക നിയമനങ്ങളിലെ ഭിന്നശേഷി സംവരണം. നിയമന അംഗീകാരം നിഷേധിക്കപ്പെട്ട അധ്യാപകർ കലോത്സവ വേദിക്ക് സമീപം തെരുവോര ക്ലാസ് സംഘടിപ്പിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഗവൺമെന്റ് ലോ കോളേജിൽ SFI KSU സംഘർഷം. പരിക്കേറ്റ 7 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുകൂട്ടർക്കുമെതിരെ പോലീസ് കേസെടുത്തു. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിനു മുകളിൽ യുവാവിന്റെ അഭ്യാസ പ്രകടനം. ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ട്രെയിനിനു മുകളിലാണ് യുവാവ് കയറി പരാക്രമം കാട്ടിയത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. താലപ്പൊലിയുടെ വരവറിയിച്ച് 1001 കതിനകൾ മുഴങ്ങി. ആദ്യ എഴുന്നള്ളിപ്പ് വ്യാഴാഴ്ച നടക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കേളികൊട്ടുയർന്ന ആദ്യ ദിനം കലാപൂരം ആസ്വദിക്കാനൊഴുകിയെത്തിയത് ജനസഹസ്രങ്ങൾ. പ്രധാന വേദികളിൽ ആദ്യ ദിനം അരങ്ങേറിയ ജനപ്രിയ ഇനങ്ങൾ കലാസ്വാദകരുടെ മനം കവർന്നു. മുഖ്യവേദിയായ സൂര്യകാന്തിയിൽ മോഹിനിയാട്ടവും സംഘനൃത്തവും അരങ്ങിലെത്തിയപ്പോൾ പാരിജാതം ഭരതനാട്യത്തിന്റെയും ഒപ്പനയുടെയും ചുവടുകളിൽ അമർന്നു. നീലക്കുറിഞ്ഞിയിൽ പണിയ നൃത്തം അരങ്ങേറിയപ്പോൾ ടൗൺ ഹാളിലെ പവിഴമല്ലിയിൽ മിമിക്രിയും ദേശഭക്തിഗാനവും നിറഞ്ഞ സദസ്സിനെ ആകർഷിച്ചു. നിരവധി പ്രേക്ഷകരെ ആകർഷിച്ച അറബനമുട്ട് കേരള ബാങ്ക് ഹാളിലെ ചെമ്പകത്തിലും സാഹിത്യ അക്കാദമിയിൽ മന്ദാരത്തിലും കനകാംബരത്തിലുമായി ചാക്യാർകൂത്തും തുള്ളലും അരങ്ങേറിയപ്പോൾ ആയിരക്കണക്കിന് ശിഷ്യസമ്പത്തുള്ള പൈങ്കുളം നാരായണ ചാക്യാരുടെ മുഴുവൻ സമയ സാന്നിധ്യം ശ്രദ്ധേയമായി. മറ്റു വേദികളിലായി പഞ്ചവാദ്യം, സംസ്കൃത നാടകം, ഗസൽ ആലാപനം, ലളിതഗാനം, സംഘഗാനം എന്നിവയും അരങ്ങേറി. നിശ്ചയിച്ചതിലും ഉദ്ഘാടന ചടങ്ങ് അല്പം നീണ്ടുപോയതിനാൽ കലാമത്സരങ്ങൾ തുടങ്ങാൻ താമസം നേരിട്ടെങ്കിലും പിന്നീട് മത്സരങ്ങൾ സമയക്രമം വീണ്ടെടുത്ത് മുന്നേറി. രണ്ടാം ദിനമായ വ്യാഴാഴ്ച വിവിധ വേദികളിലായി ഭരതനാട്യം, തിരുവാതിരക്കളി, നാടോടി നൃത്തം, ഒപ്പന, കുച്ചിപ്പുടി, മംഗലം കളി, മിമിക്രി, മോഹിനിയാട്ടം, ദഫ്മുട്ട്, കേരള നടനം, പൂരക്കളി, കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത്, തുള്ളൽ, കഥകളി, കഥാപ്രസംഗം, നാടകം തുടങ്ങിയവ അരങ്ങേറും. TCV തൃശൂർ. മനുഷ്യന് കിട്ടിയ അത്ഭുതകരമായ സിദ്ധിയാണ് കലയെന്നും ആനന്ദം സൃഷ്ടിക്കുകയാണ് കലാകാരന്മാർ ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ജാതിയോ മതമോ നോക്കാതെ കലകൾ അവതരിപ്പിക്കുക. കഥകളിയും മാപ്പിളപ്പാട്ടും ഒപ്പനയും മാർഗംകളിയും എല്ലാം കുട്ടികൾ ഒന്നിച്ചവതരിപ്പിക്കുന്ന നാടെന്ന പ്രത്യേകത നമുക്കുണ്ട്. കേരളത്തിൻ്റെ മഹത്തായ സംസ്കാരത്തിൻ്റെ ഭാഗമാണിത്. എക്കാലവും നമുക്ക് അത് ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന എല്ലാ ഛിദ്ര ആശയങ്ങളെയും തള്ളിക്കളയാനും മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന കലയെ ഉയർത്തിപ്പിടിക്കാനും ഇടപെടാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികൾ അവരുടേതായ ലോകത്ത് വിഹരിക്കട്ടെ. കലോത്സവങ്ങളിൽ 1ാം സമ്മാനം നേടിയവർ മാത്രമല്ല പിൽക്കാലത്ത് കലാരംഗത്ത് മഹാപ്രതിഭകളായി വളർന്നിട്ടുള്ളത്. 2ഉം 3ഉം സ്ഥാനങ്ങൾ കിട്ടിയവരും ഒന്നും കിട്ടാതിരുന്നവരും ഒക്കെ വലിയ പ്രതിഭകളായി പിൽക്കാലത്ത് ഉയർന്നു വന്ന ചരിത്രമാണ് ഇവിടെയുള്ളത്. 70 വർഷം കൊണ്ട് ഈ മേളയ്ക്ക് വന്ന മാറ്റം അമ്പരിപ്പിക്കുന്നതാണ്. ആനന്ദം സൃഷ്ടിക്കുക മാത്രമല്ല കലാകാരന്മാരുടെ ധർമ്മം.
പൊള്ളിക്കുന്ന ജീവിതാനുഭവങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടുള്ളത് കൂടിയാവണം കലയുടെ ധർമ്മമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഫ്യൂഡലിസം അവസാനിച്ചതോടെ എല്ലാ കലകളും എല്ലാവരുടേതുമായി മാറി. കലാകാരന്മാരെ മതത്തിന്റെ കണ്ണിലൂടെ കാണാതെ കലയെ കലയായി കാണണം. കലയെ കള്ളിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നവർ ഇക്കാലത്തുമുണ്ട്. എവിടെയും കലാപം ഉണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കുന്നുണ്ടെന്നും സമാധാനവും സന്തോഷവും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ ചെറുത്ത് തോൽപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന ഛിദ്രശക്തികളെ തള്ളിക്കളയുകയും മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന കലയെ ഉയർത്തിപ്പിടിക്കുകയും വേണം. കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയവർ മാത്രമല്ല, പിന്നിലുള്ളവരും ഒന്നും ലഭിക്കാത്തവരും ഉയർന്നു വന്നിട്ടുണ്ടെന്നും മത്സരിക്കുന്ന കുട്ടികളാണ് രക്ഷിതാക്കളെന്ന ഓർമ്മ വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ അവധിക്കാല ക്ലാസുകൾ അവസാനിപ്പിക്കണമെന്നും കലാകായിക അധ്യാപകരുടെ കുറവ് നികത്തുമെന്നും പാഠഭാഗങ്ങൾ സമ്മർദ്ദം കുറയാതെ മർദ്ദം കുറഞ്ഞ പരീക്ഷ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുവാനുള്ള 1065 കോടി രൂപ കേന്ദ്ര സർക്കാർ തരാതെ തടഞ്ഞുവച്ചിരിക്കുകയാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. രാഷ്ട്രീയം ഈ വേദിയിൽ പറയുന്നില്ലെന്ന് എല്ലാവർക്കും എല്ലാം ബോധ്യമായിട്ടുണ്ടെന്നും ശിവൻകുട്ടിക്ക് പരോക്ഷ വിമർശനമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. റവന്യൂ വകുപ്പ് മന്ത്രിയും സംഘാടക സമിതി ചെയർമാനുമായ കെ രാജൻ, മുഖ്യരക്ഷാധികാരി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, കെ കൃഷ്ണൻകുട്ടി, രാമചന്ദ്രൻ കടന്നപ്പള്ളി, ബെന്നി ബെഹനാൻ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, MP, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ AC മൊയ്തീൻ MLA, MLA-മാരായ P ബാലചന്ദ്രൻ, NK അക്ബർ, UR പ്രദീപ്, സനീഷ് കുമാർ ജോസഫ്, ടൈസൺ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കലാമണ്ഡലം വിദ്യാർത്ഥികളുടെ സ്വാഗത സംഘ നൃത്തം കലോത്സവ വേദിയെ സമ്പന്നമാക്കി. TCV ന്യൂസ് തൃശൂർ. പൂരനഗരിയിൽ അരങ്ങേറുന്ന 64ാമത് സംസ്ഥാന കലോത്സവത്തിന് പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ വർണ്ണാഭമായ തുടക്കം. കലോത്സവ നഗരിയിൽ തിരുവമ്പാടി പാർമേക്കാവ് മേളപ്രമാണിമാരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ പാണ്ടിമേളം കലാകാരന്മാരെ ആനന്ദത്തിൽ ആറാടിച്ചു. നീണ്ട 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സാംസ്കാരിക നഗരിയിൽ സംസ്ഥാന കൗമാര കലാമാമാങ്കത്തിന് തുടക്കം കുറിക്കുമ്പോൾ ആതിഥേയർ മിനി പൂരം ഒരുക്കിയാണ് കലോത്സവത്തെ വരവേറ്റത്. പൂരത്തിന്റെയും കുടമാറ്റത്തിന്റെയും നാടായ തൃശൂരിൽ അരങ്ങേറുന്ന 64ാമത് സംസ്ഥാന കലോത്സവത്തെ അനുസ്മരിച്ചുകൊണ്ട് 64 വർണ്ണക്കുടകളോടുകൂടിയാണ് കുട്ടികളെ കലോത്സവ നഗരിയിലേക്ക് സ്വീകരിക്കാൻ ആനയിച്ചത്. തൃശൂർ പൂരത്തിന്റെ പ്രധാന ആകർഷണമായ ഇലഞ്ഞിത്തറ മേളത്തെ അനുസ്മരിക്കുന്ന വിധം 100 കലാകാരന്മാരുടെ നേതൃത്വത്തിൽ 1 മണിക്കൂറിലേറെ നീണ്ടുനിന്ന പാണ്ടിത്തറ മേളത്തിന്റെ അകമ്പടിയോടെയാണ് കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് തുടക്കം കുറിച്ചത്. പ്രധാന വേദിയായ സൂര്യകാന്തിക്ക് മുന്നിൽ നടന്ന പാണ്ടിമേളത്തിന് പാറമേക്കാവ് മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരും തിരുവമ്പാടി മേളപ്രമാണി ചെറുശ്ശേരി കുട്ടന്മാരാരും പാണ്ടിമേളത്തിൽ കൊട്ടിക്കയറി രൗദ്രഭാവം തീർത്തപ്പോൾ കലോത്സവ വേദിയാകെ ആനന്ദത്തിൽ ആറാടി. കുഴലിൽ വെളപ്പായ നന്ദനും വീക്കം ചെണ്ടയിൽ പെരുവനം ഗോപാലകൃഷ്ണനും ഇലത്താളത്തിൽ ഏഷ്യറ്റ് ശശിമാരാരും കൊമ്പുവാദ്യത്തിൽ മച്ചാട് മണികണ്ഠനും പ്രാമാണികത്വം വഹിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, കലോത്സവത്തിൽ മാറ്റുരയ്ക്കാനെത്തിയ കൊച്ചു കലാകാരന്മാരും അധ്യാപകരും രക്ഷിതാക്കളും പൂരപ്രേമികളുമടക്കം 100 കണക്കിന് ആളുകൾ കലോത്സവ നഗരിയിൽ അരങ്ങേറിയ മിനി പൂരം കാണാൻ എത്തിയിരുന്നു. TCV ന്യൂസ് തൃശൂർ. അധ്യാപക നിയമനങ്ങളിലെ ഭിന്നശേഷി സംവരണ വിഷയത്തിൽ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുന്ന സർക്കാർ നിലപാട് വഞ്ചനാപരമാണെന്ന് ആരോപിച്ച് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് 2ാം ഘട്ട സമരത്തിന് തുടക്കമായി. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് സമീപം കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചതുർദിന പ്രതിഷേധ സദസ്സ് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര ഉദ്ഘാടനം ചെയ്തു. കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന പ്രസിഡന്റ് ടോം മാത്യു അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോയ് അടുമ്പുംകുളം, പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. കലോത്സവ വേദിക്ക് മുന്നിൽ തെരുവോര ക്ലാസ് സംഘടിപ്പിച്ച പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി.
ഗവൺമെന്റ് ലോ കോളേജിൽ SFI KSU സംഘർഷം. ബുധനാഴ്ച ഉച്ചയ്ക്കാണ് ഇരുവിഭാഗം പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. പരിക്കേറ്റ കോളേജ് യൂണിയൻ ചെയർമാൻ പാർത്ഥിവ്, KSU യൂണിറ്റ് പ്രസിഡന്റ് ബോബൻ, SFI യൂണിറ്റ് സെക്രട്ടറി ദേവപ്രസാദ്, മുഹമ്മദ് റുവൈസ്, ജിഷ്ണു, മിഥുൻ, ഭരത് എന്നിവർ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. മൂക്കിന് പരിക്കേറ്റ KSU യൂണിറ്റ് പ്രസിഡന്റ് ബോബനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിനു മുകളിൽ യുവാവിന്റെ അഭ്യാസ പ്രകടനം. ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ട്രെയിനിനു മുകളിലാണ് യുവാവ് കയറി പരാക്രമം കാട്ടിയത്. ഇതേ തുടർന്ന് ട്രെയിൻ പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപം പിടിച്ചിട്ടു. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ട്രെയിനിനു മുകളിൽ കയറി അഭ്യാസ പ്രകടനം നടത്തിയത്. യുവാവിന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് കരുതുന്നു. ജാർഖണ്ഡിൽ പോകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ട്രെയിനിനു മുകളിൽ കയറിയത്. പോലീസും യാത്രക്കാരും ചേർന്ന് യുവാവിനെ അനുനയിപ്പിച്ച് ട്രെയിനിന്റെ മുകളിൽ നിന്ന് താഴെയിറക്കി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതിയുടെ സന്നിധിയിൽ താലപ്പൊലി മഹോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജയുടെ അനുമതിയോടെ ശ്രീകോവിലിൽ നിന്നും പകർന്ന ഭക്തിയുടെ അഗ്നിനാളങ്ങൾ എടമുക്ക മൂപ്പന്മാർ കരിമരുന്ന് നിറച്ച 1001 കതിനകളിലേക്ക് പടർന്നതോടെ താലപ്പൊലിയുടെ വരവറിയിച്ച് അന്തരീക്ഷം മുഖരിതമായി. ഒന്നാം താലപ്പൊലി ദിനമായ വ്യാഴാഴ്ച ഉച്ചയോടെ പാരമ്പര്യത്തിന്റെ ഗരിമ വിളിച്ചോതിക്കൊണ്ട് എഴുന്നള്ളിപ്പ് ആരംഭിക്കും. തെക്കേനടയിലെ കുരുമ്പയമ്മയുടെ സന്നിധിയിൽ നിന്നുമാണ് എഴുന്നള്ളിപ്പിന് തുടക്കം കുറിക്കുക. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA വടക്കാഞ്ചേരി മേഖലാ സമ്മേളനം നടന്നു. ഹോട്ടൽ ഡെലീസ റെസിഡൻസിയിൽ നടന്ന സമ്മേളനത്തിൽ COA മേഖലാ പ്രസിഡന്റ് PK വിജയൻ പതാക ഉയർത്തി. COA എക്സിക്യൂട്ടീവ് മെമ്പർ PS ശ്രീജിത്ത് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം COA സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള വിഷൻ ന്യൂസ് MDയുമായ പ്രജീഷ് അച്ചാണ്ടി ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് PK വിജയൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TR രാജേഷ് സ്വാഗതം പറഞ്ഞു. മേഖലാ സെക്രട്ടറി VE മഞ്ജേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ മനോജ് കുമാർ സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. PM റഷീദ് ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ആന്റണി ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം VP ബൈജു, ജില്ലാ ട്രഷറർ CG ജോസ്, സംസ്ഥാന കമ്മിറ്റി അംഗം CO ബൈജു, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജോർജ് ലിയോ തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ പ്രസിഡന്റും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിലെ 21 ഡിവിഷനിൽ നിന്നും കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട PK വിജയനെ ചടങ്ങിൽ കേരള വിഷൻ MD പ്രജീഷ് അച്ചാണ്ടി അനുമോദിച്ചു. TCV ന്യൂസ് വടക്കാഞ്ചേരി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ കൊണ്ടുവരുന്നതിന് NOC അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പാർമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. കേരളത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് പരമ്പരാഗതമായി ആനകൾ അവിഭാജ്യ ഘടകമാണ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഉത്തരവ് പ്രകാരം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ കൊണ്ടുവരുന്നതിന് തടസ്സമില്ലാത്ത സാഹചര്യത്തിൽ കേരളത്തിലേക്ക് ആന കൊണ്ടുവരുന്നതിന് NOC അനുവദിക്കണമെന്ന് ദേവസ്വങ്ങൾ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കേണൽ PRM രവി, സെക്രട്ടറി K ഗിരീഷ് കുമാർ, പാർമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, സെക്രട്ടറി G രാജേഷ് എന്നിവർ നിവേദന സംഘത്തിലുണ്ടായിരുന്നു. ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവ വാർത്തകളിലേക്ക്. TCV കലാപൂരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. അക്യുല ഫിനാൻസ് ലിമിറ്റഡ്, ഡോക്ടർ റാണി മേനോൻ മാക്സ് വിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം. കേരള പെയിന്റ്സ്, കളേഴ്സ് ഓഫ് കെയേഴ്സ്. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാടു, കർണാടക. GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, തൃശൂർ.
ഡോക്ടർ സ്മിതാസ് MIHMS സെന്റർ ഫോർ അഡ്വാൻസ് ഹോമിയോപ്പതി പാട്ടുരാക്കൽ തൃശൂർ. ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചർ ചൊവ്വൂർ. ഹയർ സെക്കൻഡറി വിഭാഗം പണിയ നൃത്തത്തിൽ ശ്രദ്ധേയ പ്രകടനവുമായി കോഴിക്കോടൻ സംഘം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പണിയ നൃത്തം പ്രാതിനിധ്യമറിയിച്ചിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂവെങ്കിലും വയനാടൻ ചുരമിറങ്ങിയ ഈ ഗോത്രവിഭാഗ കലാരൂപത്തിന് കലാവേദിയിൽ ലഭിക്കുന്ന സ്വീകാര്യത വലുതാണ്. വട്ടക്കളി, കമ്പളക്കളി എന്ന പേരിലും അറിയപ്പെടുന്ന പണിയ നൃത്തം പേര് പോലെ തന്നെ വേദിയിൽ വൃത്താകൃതിയിൽ നിരന്നാണ് ചുവട് വയ്ക്കുന്നത്. കുഴലും തുടിയും പകർന്ന താളത്തിൽ പെൺകുട്ടികൾ ചുവടുകൾ വെച്ചു. കലാരൂപത്തിന്റെ തനിമ വിളിച്ചോതുന്ന പെൺസംഘങ്ങളുടെ വേഷങ്ങളും ആടയാഭരണങ്ങളും കാഴ്ചയ്ക്ക് കൗതുകം പകരുന്നതായി. തേക്കിൻകാട് മൈതാനിയിലെ വേദി 3 നീലക്കുറിഞ്ഞിയിലാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം പണിയ നൃത്തം അരങ്ങേറിയത്. 1 മണിക്കൂറോളം വൈകി തുടങ്ങിയ ഹയർ സെക്കൻഡറി വിഭാഗം അവതരണം അവസാനിച്ചത് വൈകിട്ട് 5:30-ക്കാണ്. ഇതോടെ ഉച്ചയ്ക്ക് 2-ന് ആരംഭിക്കേണ്ടിയിരുന്ന ഹൈസ്കൂൾ വിഭാഗം അവതരണം നിശ്ചയിച്ചതിലും 4 മണിക്കൂർ വൈകിയാണ് തുടങ്ങാനായത്. എന്നിരുന്നാലും നിറഞ്ഞ സദസ്സ് നൽകിയ പിന്തുണ സംഘങ്ങളുടെ കലാപ്രകടന മികവിന് കരുത്തേകി. വിദേശികൾ ഉൾപ്പെടെയുള്ളവർ കലാവേദിയിലെത്തി പ്രകടനങ്ങൾ കണ്ടാസ്വദിച്ചു. ചിലർ സംഘങ്ങൾക്കൊപ്പം ചിത്രങ്ങൾ പകർത്തിയപ്പോൾ ചിലർ അവർക്കൊപ്പം ചുവടുകൾ വയ്ക്കാനും മടിച്ചില്ല. കലാനഗരിയെ അക്ഷരാർത്ഥത്തിൽ ആവേശത്തിലാഴ്ത്തുന്ന പ്രകടനമാണ് ഓരോ പണിയ സംഘങ്ങളും കാഴ്ചവെച്ചത്. വേദിയിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാർ കേമലിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. കലോത്സവത്തിൽ 180-ലേറെ ശിഷ്യരുമായി പൈങ്കുളം നാരായണ ചാക്യാർ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കലോത്സവ രംഗത്ത് ഏറ്റവും കൂടുതൽ ശിഷ്യന്മാരെ പങ്കെടുപ്പിക്കുന്ന ഗുരുവാണ് പൈങ്കുളം നാരായണ ചാക്യാർ. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ഇത്തവണയും അദ്ദേഹത്തിൻ്റെ 180-ലേറെ ശിഷ്യന്മാരാണ് 4 മത്സര ഇനങ്ങളിലായി മത്സരാർത്ഥികളായി പങ്കെടുക്കുന്നത്. ഈ കലോത്സവം തൃശ്ശൂർ സാംസ്കാരിക നഗരിയിൽ എത്തിയതിൻ്റെ സന്തോഷം ആദ്യം അറിയിക്കട്ടെ. ഞാൻ തൃശ്ശൂർ ജില്ലക്കാരനാണ്. പക്ഷേ എല്ലാ ജില്ലകളിൽ നിന്നുള്ള 14 ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ എൻ്റെ ഇവിടെ വ്യത്യസ്ത കലാവിഭാഗങ്ങളിലായിട്ടുണ്ട്. ഞാൻ കലാരംഗത്തെത്തിയിട്ട് 54 വർഷമായി. കലോത്സവ രംഗത്തെത്തിയത് 39 വർഷമായി. ആദ്യം ചാക്യാർ കൂത്തായിരുന്നു. പിന്നീട് 91-ൽ എൻ്റെ കൂടി ശ്രമഫലം എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കല്ല, അധ്യാപക സംഘടനാ നേതാക്കൾ, അന്നത്തെ ഭരണകർത്താക്കളൊക്കെ കൂടിയാണ് കൂടിയാട്ടം ഉൾപ്പെടുത്തിയത്. അതിൻ്റെ പ്രധാന ഉദ്ദേശം അതിനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. കൂത്ത് പിന്നെയും ഇവിടെ ക്ഷേത്രങ്ങളിലുണ്ട്, കൂടിയാട്ടം തീരെ ഇല്ല. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് 1, 2 എന്നുള്ള നൽകി ധാരാളം കുട്ടികളായി. ഓരോ ജില്ല എണ്ണം കൂടി ധാരാളം ജില്ലകളിൽ ഇപ്പോൾ ഈ 14 ജില്ലകളിൽ നിന്നുള്ള കുട്ടികളും എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. അത് കൂടിയാട്ടം, ചാക്യാർ കൂത്ത്, അതുപോലെ നങ്ങ്യാർ കൂത്ത്, പാഠകം. ഇത് എന്നെ സംബന്ധിച്ചൊരു ഞാൻ എപ്പോഴും പറയുന്നതാണ്, എനിക്കിതൊരു മത്സരമല്ല, എനിക്കല്ല എൻ്റെ സംഘാംഗങ്ങൾക്കും ഇത് ഒരു ഉത്സവമാണ്. എൻ്റെ പഴയ ശിഷ്യരൊക്കെ ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടാവും. ഞങ്ങൾ ആദ്യകാല ശിഷ്യൻ മുതൽ എല്ലാവരും ഒരുപോലെ, ഒരു കുടുംബം പോലെ. ഇപ്പോൾ എനിക്ക് ഇവർ കണക്കാക്കിയിട്ട് ഏകദേശം 8000-ലധികം ശിഷ്യരെ എൻ്റെ ടോട്ടലുണ്ട് ഇതുവരെ ഇത്രയും യുവജനോത്സവത്തിൽ. അതിൽ അപൂർവം ചിലർ ഇത് തുടരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്ന ചാക്യാർകൂത്ത് പങ്കെടുക്കുന്ന 2 കുട്ടികളുടെ അച്ഛന്മാരും നേരത്തെ സംസ്ഥാന കലോത്സവത്തിൽ ഒരാൾ ഹാട്രിക് വിന്നറാണ്, 89, 90, 91 സ്റ്റേറ്റ് ഫസ്റ്റാണ്. പിന്നെ വേറൊരാൾ സ്റ്റേറ്റ് കലാപ്രതിഭയൊക്കെ ആയിരുന്നു. 2 പേരുടെ മക്കളും ഇവിടെ നിന്ന് ചാക്യാർകൂത്ത് അവതരിപ്പിക്കുന്നുണ്ട്. വേറെയും ശിഷ്യന്മാരുടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചൊരു കുടുംബകാര്യം പോലെയാണ് ഈ കലോത്സവം. ഓക്കെ, അപ്പോൾ ഈ മത്സരത്തിൽ ഇത്തവണ എത്ര പേര് ശിഷ്യരായിട്ട് പങ്കെടുക്കുന്നു? ഇതിൽ ചാക്യാർകൂത്തിലും ഈ 4 പാടകം, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, പിന്നെ കൂടിയാട്ടം 180ഓളം കുട്ടികൾ ഈ 3-4 വിഭാഗങ്ങളിലുമായിട്ടുണ്ട്. കൂടിയാട്ടം ഗ്രൂപ്പായിട്ടാണ്. അപ്പോൾ അതിൽ ഒരു ടീമിൽ 7 കുട്ടികൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ 11 ജില്ലകളിൽ നിന്നുണ്ട്. 11ഉം 12ഉം ആയിട്ടുണ്ട്. അത്രയും കുട്ടികൾ. എത്ര വർഷമായിട്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശിഷ്യരെ കൊണ്ടുവരുന്നുണ്ട്? കൂടുതൽ ശിഷ്യർ ഏറ്റവും കൂടുതൽ മലപ്പുറത്ത് കലോത്സവം നടന്നപ്പോഴാണ് റെക്കോർഡ് എന്ന് പറയുക 217 കുട്ടികളുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് 200-ൽ മീതെയാണ് എല്ലാ വർഷവും. കോവിഡ് വന്നപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞു കലോത്സവത്തിൽ, പൊതുവേ എല്ലാവർക്കും ബാധിച്ച പോലെ. പക്ഷേ കോവിഡ് കഴിഞ്ഞ് പിന്നെ ആദ്യത്തെ വർഷം തന്നെ എനിക്ക് 160-ൽ കൂടുതൽ കുട്ടികളുണ്ടായിരുന്നു.
തികച്ചും വ്യത്യസ്തമായൊരു ഗുരു സങ്കല്പമാണ് ഇവിടെ കാണുന്നത്. ഈ കഴിഞ്ഞ 10 വർഷത്തോളമായി ഏറ്റവും കൂടുതൽ ശിഷ്യരെ കലോത്സവത്തിൽ പങ്കെടുപ്പിച്ച ശ്രീ പൈങ്കുളം നാരായണ ചാക്യാരാണ് നമ്മൾ പരിചയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യർ 4 വിഭാഗങ്ങളിലുള്ള ഇനങ്ങളിലാണ് മത്സരിക്കുന്നത്. ചാക്യാർകൂത്ത്, കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത്, പാഠകം എന്നീ ഇനങ്ങളിലായി 8000-ലേറെ ശിഷ്യരാണ് അദ്ദേഹത്തിനുള്ളത്. സാഹിത്യ അക്കാദമി വേദിയിൽ നിന്നും ക്യാമറമാൻ സിബി പോട്ടോറിനോടൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. സംഘനൃത്തവേദിയിൽ ലളിത വേഷവിധാനങ്ങളുമായി തിരുവനന്തപുരം സംഘം. അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് പ്രധാന വേദിയായ സൂര്യകാന്തിയിൽ അരങ്ങേറിയ ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തമാണ് വേറിട്ട കാഴ്ചയായി മാറിയത്. ഗുരുവായൂർ നന്ദനമായിരുന്നു വേദിയിലെ അവതരണ വിഷയം. ജോമറ്റ് അറക്കിലാണ് കൊറിയോഗ്രാഫർ. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന കലോത്സവത്തിൽ 1ാം സ്ഥാനം ഇവർക്കായിരുന്നു. കഴിഞ്ഞ 6 മാസമായി 11 മണിക്കൂർ വീതമാണ് ഇവർ ഇതിനായി പരിശീലനം നടത്തിയിരുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗവും മത്സരരംഗത്തുണ്ട്. പ്രധാന വേദിയിൽ വിവിധ പ്രമേയങ്ങൾ അടിസ്ഥാനമാക്കി അരങ്ങേറിയ സംഘനൃത്തം കാണാൻ 100 കണക്കിന് ആളുകളാണ് വേദിയിലും പുറത്തുമായി തിങ്ങി നിറഞ്ഞത്. സീന ടീച്ചർക്ക് കലോത്സവം നടന്നു കാണാനാകില്ല. എങ്കിലും കാഴ്ചക്കാരിയായി ടീച്ചർ എത്തി. ചൂടാണ്, വെയിലാണെന്ന് പറഞ്ഞ പലരും കലോത്സവ വേദിയിൽ എത്താതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ സ്വന്തം നാട്ടിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ അതെങ്ങനെയായാലും അതിൻ്റെ ഉദ്ഘാടന ദിവസം ഇവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടീച്ചറുടെ അടുത്ത് കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. നമസ്കാരം. ഞാൻ 30 വർഷം സേവനം ചെയ്ത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു പരിപാടി, നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു പരിപാടി ഇവിടെ നടക്കുമ്പോൾ അത് എൻ്റെ നാട്ടിൽ നടക്കുമ്പോൾ എനിക്ക് പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നതാണ്. 2017 നടന്നപ്പോഴും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ രാമവർമ്മ ഹൈസ്കൂളിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അപ്പോൾ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വന്നു. ഇന്നിപ്പോൾ ഞാൻ മെയിൽ റിട്ടയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു പരിപാടി സന്തോഷത്തോടെ കാണണം, പങ്കെടുക്കണം എന്ന് കരുതി വന്നത് തന്നെയാണ്. ഈ ചൂടും ഇത്രയും ബഹളം, ആൾത്തിരക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ല, ഞാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ചിന്തിക്കുന്ന ഒരാളല്ല. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് തിരുവനന്തപുരത്ത് പോയി വർക്ക് ചെയ്യില്ലല്ലോ. DG ഓഫീസിലായിരുന്നു അവസാനത്തെ പോസ്റ്റിംഗ്, ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട്. അവിടെ പോയി ജോലി ചെയ്തു. കഴിഞ്ഞ മെയിൽ റിട്ടയർ ചെയ്തു, 25 മെയിൽ. ഇനിയിപ്പോൾ പരിപാടികളൊക്കെ കാണാൻ നിൽക്കുമോ, അതോ ഉദ്ഘാടനം കഴിഞ്ഞു പോവാണ്, അങ്ങനെയാണോ, അതോ ഇനി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണോ പോവുക? അങ്ങനെയല്ല, DG ഓഫീസിൽ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒത്തിരി പേര് പല വേദികളിലുണ്ട്. അവരെയൊക്കെ ഒന്ന് കണ്ടുമുട്ടണം. ഇപ്പോൾ ഉദ്ഘാടനത്തിന് കുറേ ആൾക്കാരെ കണ്ടു. അപ്പോൾ പേഴ്സണലി ഐറ്റംസ്, അവരുടെ സ്റ്റേജിലെ പരിപാടികൾ അവരോടൊപ്പം 10 മിനിറ്റെങ്കിലും ചിലവഴിക്കാനൊക്കെ വേണ്ടി അടുത്തൊരു സ്റ്റേജിലേക്ക് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനി 5 ദിവസവും കലോത്സവ വേദിയിൽ എത്തുമോ? പറ്റണ ദിവസങ്ങളിലൊക്കെ എത്തണം. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഉള്ള സ്ഥലങ്ങളിൽ അവരുടെ കൂടെ ആയിരിക്കാനും കൂടുതൽ ഇഷ്ടപ്പെടുന്നു. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം സൂര്യ ശങ്കരനാരായണൻ, TCV ന്യൂസ്. കലോത്സവ നഗരിയിലെ TCV സ്റ്റുഡിയോ റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. തേക്കിൻകാട് മൈതാനിയിൽ പ്രധാന വേദിയായ സൂര്യകാന്തിക്ക് അഭിമുഖമായുള്ള സ്റ്റുഡിയോയിൽ നിന്നാണ് കലോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലെത്തുന്നത്. ജില്ലയുടെ സ്വന്തം ചാനലായ TCV കലോത്സവത്തിന്റെ കണ്ണാടിയാണെന്ന് റവന്യൂ മന്ത്രി K. രാജൻ പറഞ്ഞു. TCV തൃശ്ശൂരിന്റെ സ്വന്തം ചാനലാണ്. തൃശ്ശൂരിന്റെ എല്ലാ ഹൃദയത്തിലും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എത്തിക്കുന്ന ചാനൽ. അതുകൊണ്ട് TCV മറ്റു ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന്റെ സംഘാടകരാണ്. തൃശ്ശൂർ അത്ര ഗംഭീരമായിട്ടാണ് മുകേഷ് പറഞ്ഞതുപോലെ
ഇരു കൈയും നീട്ടി ആബാലവൃദ്ധം വരുന്ന ജനങ്ങൾ ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ ഈ മഹാപൂരത്തെ, കലയുടെ ഈ പൂരത്തെ, കൗമാരക്കാരുടെ ഈ മഹാകലോത്സവത്തെ സ്വീകരിച്ചത് ഓരോ ചെറു നിമിഷങ്ങളും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ വായനാ മുറികളിൽ, കാഴ്ച മുറികളിൽ എത്തിക്കാൻ TCVക്ക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. TCV കുടുംബത്തിൽ ഒരു അംഗത്തെ പോലെ ഇതിൽ പങ്കാളിയാകുന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. TCV മാനേജിംഗ് ഡയറക്ടർ PM നാസർ, ഡയറക്ടർമാരായ AG സുബ്രഹ്മണ്യൻ, സന്തോഷ് ജോസ്, TCV ബ്യൂറോ ചീഫ് മുകേഷ് ലാൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പരിമിതികൾക്കിടയിലും കാസർഗോഡ് നിന്നെത്തിയ ആദിത്യയുടെ പ്രകടനം തിളക്കമാർന്നതായി. കേരളം അതിരുതൊടുന്ന കാസർഗോഡ് നിന്നും വടക്കുംനാഥന്റെ പ്രദക്ഷിണ വഴികളിലൂടെ ഒരു സായാഹ്ന നടത്തത്തിനിറങ്ങിയതാണ് ആദിത്യ. തെക്കേ ഗോപുര നടയിൽ നിന്ന് കാഴ്ചകളിലേക്ക് കണ്ണയക്കുമ്പോൾ കേട്ടറിഞ്ഞ വർണ്ണക്കുടമാറ്റം മനസ്സിലിങ്ങനെ മഴയായി പെയ്യുകയായിരുന്നു. അതിജീവനത്തിന്റെ ശബ്ദമാണ് കലയെന്നുറപ്പിക്കുന്നു ഈ +1 വിദ്യാർത്ഥിനി. സെബാന് എനിക്കിന് ഇഷ്ടമാണോ? ചിലപ്പോഴൊക്കെ നോട്ടത്തിലും ഭാഗത്തിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടാ, എന്തൊരു സ്പാർക്ക് ഉള്ളത് പോലെ കേട്ടാ. ചെറുപ്പം മുതൽ ശബ്ദാനുകരണത്തിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ആദിത്യ. ഒരുപാട് മോഹം എന്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനിങ്ങോട്ടാവുന്നത് എന്തിനായിരുന്നു ഈ പാമ്പണിനെ കൊണ്ട് ഇങ്ങനൊരു സ്വപ്നം കാണിച്ചത്? കണ്ണീര് കാണാനോ ആണോ? ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പാട്ടുപോലുള്ളൊരു പാട്ടിനുള്ളിൽ. പരവനടുക്കം MR സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. മുത്തശ്ശനും മുത്തശ്ശിക്കുമൊപ്പമാണ് താമസം. മുത്തച്ഛൻ രാമൻ തെയ്യങ്കെട്ട് കലാകാരനാണ്. ഈ വരുമാനമാണ് ഏക ആശ്രയം. അച്ഛനും അമ്മയും മറ്റൊരു വീട്ടിലാണ് താമസം. അച്ഛൻ വിനോദ് പേടകം മിമിക്രി കലാകാരനാണ്. ഏക സഹോദരൻ അൻവിത് LKGയിൽ പഠിക്കുന്നു. ഒരുപാട് സ്വപ്നങ്ങളുടെ പോക്കുവെയിൽ തുണ്ടുകൾ വീണുകിടക്കുന്ന വഴികളുണ്ട് ആദിത്യയ്ക്ക് മുന്നിൽ. പിന്നെ നല്ലൊരു ടീച്ചിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചിങ് ഫീൽഡിലേക്ക് പോകണം, പിന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആദിത്യയ്ക്ക് കൂട്ടായി 2 ബന്ധുക്കൾ കൂടി കാസർഗോഡ് നിന്നും തൃശ്ശൂരിലേക്ക് എത്തിയിട്ടുണ്ട്. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് നിന്നും വടക്കുംനാഥന്റെ മണ്ണിലേക്ക് കലയുടെ നാദം കേൾക്കാൻ എത്തിയവരാണിവർ. ഒപ്പം ഈ നാടിൻ്റെ സാംസ്കാരിക സ്പന്ദനങ്ങളിലേക്ക് കൂടി കണ്ണയക്കുകയാണ് ഈ കൂട്ടുകാർ. ഭാവി ജീവിതത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറമാൻ സിബി പോട്ടോറിനൊപ്പം KB ലിബീഷ്, TCV. സംസ്ഥാന സ്കൂൾ കലോത്സവം ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ് പദ്യോച്ചാരണത്തിൽ വേറിട്ട പ്രകടനവുമായി തൃശൂർ സെന്റ് ക്ലയേഴ്സ് HSS വിദ്യാർത്ഥിനി. I will always choose the bear. I will always choose the wolves. Because no matter how viciously they tear me apart, they won't blame me or my clothes or the time I was out it. I will always choose the jaws of nature. I would rather die, because at least in death I will be seen a human. ഏനാമാവ് തൈക്കാട്ടിൽ ജോസഫ് ആറ്റ്ലി സോഫി ദമ്പതികളുടെ മകൾ സേറ റോസ് ജോസഫാണ് സ്വയം രചിച്ച കവിത ചൊല്ലി A ഗ്രേഡ് നേടിയത്. മറ്റു മത്സരാർത്ഥികൾ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രമുഖരുടെ കവിത ചൊല്ലിയപ്പോൾ കൽക്കത്തയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ഡോക്ടറെക്കുറിച്ച് സ്വയം എഴുതിയ കസാൻഡ്രാസ് കേഴ്സ് എന്ന കവിത ചൊല്ലിയാണ് സേറ റോസ് വ്യത്യസ്തയായത്. കവിതയ്ക്ക് ഞാൻ പേരിട്ടിരിക്കുന്നത് കസാൻഡ്രാസ് കേഴ്സ് എന്നാണ്. കസാൻഡ്ര ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു പ്രവാചികയാണ്. ആളുടെ ശാപം എന്ന് പറയുന്നത്, ആൾ പറയുന്ന പ്രവചനങ്ങളെല്ലാം സത്യമായിരിക്കും, പക്ഷെ ആരും ആൾ വിശ്വസിക്കില്ല. ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന അവഗണനയുടെ, ഞങ്ങളുടെ ശബ്ദങ്ങൾക്കും ഞങ്ങളുടെ അനുഭവങ്ങൾക്കും ആരും ഒരു വില കൽപ്പിക്കുന്നില്ല. ഞങ്ങളുടെ എല്ലാ സിറ്റുവേഷനും ഒരു ഗ്രാവിറ്റി ഇല്ല. അങ്ങനെയുള്ള ഇതിനെതിരെ എൻ്റെ ഒരു ആത്മരോഷമാണ് ഈ കവിത. സേറയ്ക്ക് സ്വന്തം സ്കൂൾ തന്നെ മത്സരവേദിയായെന്നതും കൗതുകകരമായി. TCV തൃശൂർ. മലകളും പുഴകളും സാഗരങ്ങളും കായലുകളും കൈകോർക്കുന്ന ചന്തം നമ്മുടെ ഭാഗ്യമെന്ന അഭിമാനവുമായി കലോത്സവ തീം സോങ് അരങ്ങേറി. വിദ്യാർത്ഥികൾ എഴുതി ഈണമിട്ട് പാടിയ പാട്ട് 64ാമത് കലോത്സവത്തിന്റെ പ്രൗഢാരംഭമായി. പുതിയ യുഗത്തിൽ പുലരി പിറന്നു, കലയുടെ വിസ്മയ വിദ്യകൾ തീർത്തു, ഭാവന തീർത്തു, കലകൾക്കിന്നും മോഹനമാം പുതുഭാവങ്ങൾ. കളശിഞ്ചിത മേളം, കലയുടെ മേളം വരവായി എന്ന് തുടങ്ങി കേരളത്തെയും മലയാളത്തെയും ഭൂപ്രകൃതിയുടെ സമ്മിശ്ര മേളനത്തെയും വാഴ്ത്തി കേരളീയ കലയുടെ തനത് വിസ്മയങ്ങളിലേക്ക് എത്തി നോക്കുന്നതായി പ്രമേയഗാനം.
പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ പൊറ്റശ്ശേരി ഗവൺമെന്റ് HSSലെ 10 വിദ്യാർത്ഥികൾ ചേർന്നാണ് ഈ ഗാനം ഒരുക്കിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന തലത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരത്തിൽ നിന്നാണ് പ്രമേയ ഗാനം തിരഞ്ഞെടുത്തത്. +2 വിദ്യാർത്ഥിയും സ്കൂൾ പാർലമെന്റ് ചെയർമാനുമായ വി പ്രഫുൽദാസാണ് ഗാനരചന നിർവഹിച്ചത്. മലയാളത്തിൻ കളശിഞ്ചിതമേളം കലയുടെ മേളം വരവായി ആടാം പാടാം തിരി തെളിയിക്കാം 64 തിരി തെളിയിക്കാം. കഴിഞ്ഞ സംസ്ഥാന കായികമേളയ്ക്ക് പ്രമേയ ഗാനം രചിച്ചതും പ്രഫുൽദാസ് ആയിരുന്നു. കേരള സംസ്ഥാന സ്കൂൾ കലാമേളയുടെ തീം സോങ് പ്രമേയ ഗാനം ഒരുക്കാനായിട്ട് ഞങ്ങളുടെ പൊറ്റശ്ശേരിയൻസിന് സാധിച്ചു. അതിൻ്റെ രചന നിർവഹിച്ച് ഞാനായിരുന്നു. അപ്പോൾ ഇതിലേറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ നടന്ന കേരള സ്കൂൾ കായികമേളയുടെ തീം സോങ്ങും എനിക്ക് തയ്യാറാക്കാനായിട്ട് എഴുതാനായിട്ട് സാധിച്ചിരുന്നു. ആ ഒരു അനുഭവം എനിക്കിതിന് വളരെയധികം സഹായം നൽകിയിരുന്നു. അതേപോലെ എൻ്റെ ഒപ്പം ചേർന്ന് പ്രവർത്തിച്ച് ഇതിന് ഈണം നൽകി, ഇതിന് സംഗീതം നൽകിയത് പാടിയ എൻ്റെ കൂട്ടുകാർ എല്ലാവരും എനിക്ക് വളരെയധികം പിന്തുണയും പ്രേരണയൊക്കെ നൽകിയിരുന്നു. +2കാരായ VK അക്ഷയ്, ഹൃദ്യ കൃഷ്ണ എന്നിവരാണ് ഈണം നൽകിയത്. ഇവരോടൊപ്പം +1 വിദ്യാർത്ഥികളായ ഖാദ കൃഷ്ണ, K ലക്ഷ്മിക, 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ ജോയൽ മൈക്കിൾ, ഏബൽ ബിനോയ്, 8ാം ക്ലാസ് വിദ്യാർത്ഥി CP വിഷ്ണുദത്ത് എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചത്. വഞ്ചിപ്പാട്ടിന്റെ ഈണവും പുഴകളുടെ താളവും മണ്ണിന്റെയും മാമ്പൂവിന്റെയും മണവുമുള്ള ഗാനം 10 ദിവസത്തോളം എടുത്ത് സ്കൂളിൽ വെച്ച് തന്നെയായിരുന്നു കുട്ടികൾ പാടി പരിശീലനം പൂർത്തിയാക്കിയത്. കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഗാനം അരങ്ങേറിയതിന്റെ അഭിമാന നിറവിലാണ് ഈ സർക്കാർ വിദ്യാലയവും നാടും. നാടൻ പാട്ടിൻ വായ്ത്താരി അലതല്ലുകയാണല്ലോ. മണവാട്ടി പെണ്ണിന്റെ മൈലാഞ്ചി മൊഞ്ച്, മണവാളൻ ചെക്കന്റെ പൊടിമീശടമ്പ്. കണ്ടോളൂ കണ്ടോളൂ നമ്മുടെ അറിവിൻ അക്ഷര സത്യങ്ങൾ. TCV തൃശൂർ. TCV കലാപൂരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. അക്യുല ഫിനാൻസ് ലിമിറ്റഡ്, ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം. കേരള പെയിന്റ്സ്, കളേഴ്സ് ഓഫ് കെയേഴ്സ്. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാടു, കർണാടക. GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, തൃശൂർ. ഡോക്ടർ സ്മിതാസ് MIHMS സെന്റർ ഫോർ അഡ്വാൻസ് ഹോമിയോപ്പതി, പാട്ടുരായ്ക്കൽ, തൃശൂർ. ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചർ, ചൊവ്വൂർ. ശബരിമലയുടെ ദേവചൈതന്യത്തെ ദോഷകരമായി ബാധിക്കുന്ന അവസ്ഥയുടെ മൂലകാരണങ്ങൾ അറിയുന്നതിന് ശബരിമലയിൽ അഷ്ടമംഗല പ്രശ്നം നടത്തണമെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി സംസ്ഥാന ചെയർമാൻ TK മുരളീധരൻ പണിക്കർ ആവശ്യപ്പെട്ടു. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളതിനാൽ എല്ലാ മേഖലയിലും ഉൾപ്പെട്ട പണ്ഡിതന്മാരെയും ഭക്തജനങ്ങളെയും പങ്കെടുപ്പിക്കാൻ ദേവസ്വം ബോർഡ് ശ്രമിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വടക്കേക്കാട് ആൽത്തറ കുന്നത്തൂരിൽ ബാറിന് മുൻവശം മാരകായുധങ്ങളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും തടയാനെത്തിയ പോലീസിനെ ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ 3 പേരെ വടക്കേക്കാട് പോലീസ് പിടികൂടി. വടക്കേക്കാട് കല്ലിങ്ങൽ സ്വദേശികളായ തോട്ടുപുറത്ത് വീട്ടിൽ പ്രണവ്, രാഹുൽ, കൌക്കാനപ്പെട്ടി വെള്ളക്കട വീട്ടിൽ ഭജീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം നടന്നത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നതിനെതിരെ ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധം. UDFിലെ ജോയ് ചെറിയാനാണ് ഇത് സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയത്തിന് കൌൺസിൽ ഐക്യകണ്ഠേന അംഗീകരിച്ചു. ചെയർപേഴ്സൺ അജണ്ട പഠിക്കണമെന്ന UDF കൌൺസിലർ KM മഹ്റൂഫിന്റെ പരാമർശം ഭരണപ്രതിപക്ഷാംഗങ്ങൾ തമ്മിലുള്ള വാക്കേറ്റത്തിന് ഇടയാക്കി. നഗരസഭാ പരിധിയിലെ തെരുവുനായ ശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്ന് റഷീദ് കുന്നിക്കൽ ആവശ്യപ്പെട്ടു. മേൽപ്പാലത്തിന് താഴെ ഓപ്പൺ ജിം, ഫുഡ് സ്ട്രീറ്റ് എന്നിവ ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയതായി നഗരസഭാ ചെയർപേഴ്സൺ യോഗത്തിൽ അറിയിച്ചു. വടക്കേക്കാട് അഞ്ഞൂർ, തൊഴിയൂർ മേഖലകളിൽ വ്യാപക മോഷണം. ഗുരുവായൂർ റോഡിലെ അലിഫ് ഹോട്ടൽ, APK സൂപ്പർ മാർക്കറ്റ്,
ട്രൂ കെയർ മെഡിക്കൽസ്, മാളിയേക്കൽ പടിയിലെ മദ്രസ, സമീപത്തെ പലചരക്ക് കട എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. APK സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 5000 രൂപയും കടയിലെ CCTV ക്യാമറകളും DVRും മോഷ്ടാക്കൾ കൊണ്ടുപോയി. ട്രൂ കെയർ മെഡിക്കൽസിൽ നിന്ന് 12000 രൂപയും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടു. ഗുരുവായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ ചൊവ്വലൂർപ്പടിയിൽ പ്രവർത്തിക്കുന്ന റെഡി മിക്സ് കോൺക്രീറ്റ് യൂണിറ്റ് പരിസ്ഥിതി മലിനീകരണത്തിന് ഇടയാക്കുന്നതായി പരാതി. പരിസരവാസികളുടെ വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് യൂണിറ്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. സമീപത്തെ 10ഓളം വീട്ടുകാരാണ് പരാതിയുമായി എത്തിയത്. ഗുരുവായൂർ നഗരസഭ 6ാം വാർഡിലാണ് വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. യൂണിറ്റ് രാത്രിയിലും പ്രവർത്തിക്കുന്നതിനാൽ ശബ്ദം കാരണം ഉറങ്ങാൻ കഴിയുന്നില്ലെന്നാണ് പരിസരവാസികൾ പറയുന്നത്. പൊടിശല്യം മൂലം പലവിധ അസുഖങ്ങൾ നേരിടുന്നതായും നാട്ടുകാർ പറഞ്ഞു. ഇവിടുന്ന് ഈ സാധനങ്ങളൊക്കെ റെഡിമിക്സ് ഉണ്ടാക്കി കൊണ്ടുപോകണം. പിന്നെ അവരെ ഈ സിമെന്റ് വണ്ടി വന്നിട്ട് ഇത് നിറയ്ക്കുമ്പോൾ ഈ ഭാഗം ആകെ പൊടി പടലങ്ങളിൽ നിന്ന് നിറയാം. വീട്ടിലാണെങ്കിൽ കിണറ്റിലും മറ്റേ ടാങ്കിലൊക്കെ വെള്ളത്തിൽ കുളിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഒരു തരം തൊണ്ടയിലൊക്കെ ചൊറിച്ചിലും ഇതൊക്കെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ തുണികളൊന്നും തിരുമ്പിടാൻ പറ്റുന്നില്ല. തിരുമ്പിട്ടിട്ട് ഉണങ്ങും ഇത് വന്നു കഴിഞ്ഞാൽ അതിലാകെ പൊടികളാണ്. കുടിവെള്ളത്തിലും പൊടി കലർന്ന് മലിനമാകുന്നുണ്ട്. ചാലക്കുടിയിൽ വിൽപ്പനയ്ക്കെത്തിച്ച MDMAയുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടകര കാവനാട് സ്വദേശി ചള്ളിയിൽ വീട്ടിൽ അഭിജിത്തിനെയാണ് തൃശൂർ റൂറൽ SPയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ഭക്തിസാന്ദ്രമായി. 20 ഗജവീരന്മാർ അണിനിരന്ന എഴുന്നള്ളിപ്പിൽ കാളക്കല്ല് കരയോഗത്തിന്റെ ചെറുപ്പുളശ്ശേരി രാജശേഖരൻ ഭഗവതിയുടെ തിടമ്പേറ്റി. പാലക്കാട് കല്ലൂർ ഉണ്ണികൃഷ്ണൻ മാരാരുടെ നേതൃത്വത്തിൽ 100ലേറെ വാദ്യകലാകാരന്മാരുടെ പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു എഴുന്നള്ളിപ്പ്. സംഗീത സംവിധായകൻ മോഹൻ സിത്താരയ്ക്ക് ജന്മനാടിന്റെ ആദരം. വിദ്യാവിഹാർ ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ആദരചടങ്ങ് സംഘടിപ്പിച്ചത്. ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ വിദ്യാരക്ഷിത് പുരസ്കാരം മോഹൻ സിത്താരയ്ക്ക് സമർപ്പിച്ചു. അഡ്വക്കേറ്റ് സുജിത് ഐനപ്പുള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ദേവരാജൻ മൂക്കോല, സാഹിത്യകാരൻ റാഫി നീലങ്കാവിൽ, കരുണ ഫൗണ്ടേഷൻ ചെയർമാൻ KV സുരേഷ്, ചലച്ചിത്ര താരം ബിജേഷ് അവണൂർ, സംഗീത സംവിധായകൻ ബിനോയ് S പ്രസാദ്, പിന്നണി ഗായകൻ സനോജ് പെരുവല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,165 രൂപ, പവന് 1,05,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കേളികൊട്ടുയർന്ന ആദ്യ ദിനം കലാപൂരം ആസ്വദിക്കാൻ ഒഴുകിയെത്തിയത് ജനസഹസ്രങ്ങൾ. ജനപ്രിയ ഇനങ്ങളാൽ സമ്പന്നമായി വേദികൾ. കലയാണ് കലാകാരന്മാരുടെ മതമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവമ്പാടി പാർമേക്കാവ് മേളപ്രമാണിമാരുടെ നേതൃത്വത്തിൽ കലോത്സവ വേദിയിൽ അരങ്ങേറിയ പാണ്ടിമേളം ആസ്വാദികരമായി. അധ്യാപക നിയമനങ്ങളിലെ ഭിന്നശേഷി സംവരണം. നിയമന അംഗീകാരം നിഷേധിക്കപ്പെട്ട അധ്യാപകർ കലോത്സവ വേദിക്ക് സമീപം തെരുവോര ക്ലാസ് സംഘടിപ്പിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഗവൺമെന്റ് ലോ കോളേജിൽ SFI KSU സംഘർഷം. പരിക്കേറ്റ 7 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുകൂട്ടർക്കുമെതിരെ പോലീസ് കേസെടുത്തു. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിൽ യുവാവിന്റെ അഭ്യാസ പ്രകടനം. ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ട്രെയിനിന് മുകളിലാണ് യുവാവ് കയറി പരാക്രമം കാട്ടിയത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. താലപ്പൊലിയുടെ വരവറിയിച്ച് 1001 കഥനകൾ മുഴങ്ങി. ആദ്യ എഴുന്നള്ളിപ്പ് വ്യാഴാഴ്ച നടക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. ആളുകൾ കണ്ണടകളോട് വിട പറയുകയാണ്. ഞങ്ങൾ നോക്കിക്കൊള്ളാം.